നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീം കോടതി വിധി കേസിൽ വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് 7.5 വർഷത്തിന് ശേഷം. അതിജീവിതയ്ക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉമാ തോമസ് MLA. നിപ്പ ജാഗ്രതയിൽ മലപ്പുറം. രോഗബാധയ്ക്ക് ഏറ്റവും സാധ്യതയുള്ളവരുടെ പട്ടികയിൽ 26 പേർ. 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന് ആരോഗ്യമന്ത്രി. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ ആരോഗ്യ സർവേ തുടരുന്നു. തിരുവാലി മമ്പാട് മേഖലയിൽ കർശന നിയന്ത്രണം. മലപ്പുറത്ത് UAE-യിൽ നിന്നെത്തിയ യുവാവിന് കുരങ്ങുപനി ലക്ഷണം. എടവണ്ണ സ്വദേശി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. സ്രവം പരിശോധനയ്ക്ക് അയച്ചുവെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നാളെ പുനരാരംഭിക്കും. റേഷൻ കടകളിൽ കാർഡ് ഉടമകൾ നേരിട്ടെത്തി ഉടമ താൻ തന്നെയാണെന്ന് തെളിയിക്കണം. തീരുമാനം 1.5 മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെ. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം. ആശങ്ക വേണ്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഡൽഹിക്ക് വനിതാ മുഖ്യമന്ത്രി. അതിഷി മിർലേന ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകും. തീരുമാനം ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ. കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ, പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അതിഷി സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന വനിത. അരവിന്ദ് കെജ്രിവാൾ വൈകിട്ട് രാജി സമർപ്പിക്കും. 10 വർഷത്തിന് ശേഷം ജമ്മു കശ്മീർ നാളെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക്. ആദ്യഘട്ട വോട്ടെടുപ്പ് 24 നിയമസഭാ മണ്ഡലങ്ങളിൽ. ജനവിധി തേടുന്നത് മുഹമ്മദ് യൂസഫ് തരിഗാമി, ഗുലാം മുഹമ്മദ് മിർ തുടങ്ങിയ പ്രമുഖർ. ഏഷ്യൻസ് ചാമ്പ്യൻസ് ഹോക്കിയിൽ കിരീട പോരാട്ടത്തിന് ഇന്ത്യ ഇന്നിറങ്ങുന്നു. ഫൈനലിൽ എതിരാളികൾ ചൈന. മത്സരം വൈകിട്ട് 3:30.